സിക്സ് സെം ഓൺലൈൻ ട്യൂഷൻ്റെ 23ാമത്തെ ദിവസത്തെ ക്ലാസ് ആണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ്, അതായത് നഴ്സിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് മാനേജ്മെൻറ്റ് ബേസിക്സ് അപ്ലൈഡ് ടു നഴ്സിംഗ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ടാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സിലോട്ട് കടക്കുകയാണ്. അതായത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഈ ചാപ്റ്ററിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിലബസിലോട്ടൊന്ന് പോകാം. ഇതിൽ നമ്മൾ ഇന്നലെ ഡെഫിനിഷൻ പഠിച്ചു, കൺസെപ്റ്റ്സ് പഠിച്ചിരുന്നു, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു പോയിന്റ്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അതും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആയിട്ടൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലെ ഒരു പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടും ഇത് കൂടാതെ 5 മാർക്കിന് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 5 മാർക്കിനും 10 മാർക്കിനും ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ റോൾ ഓഫ് നേഴ്സ് ആസ് എ മാനേജർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ പലതവണ 2 മാർക്കിന്, അതിൽ കൂടുതലില്ല, 2 മാർക്കിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇവിടെ നോക്കാം, ഞാനിത് ഐക്ലമൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നത്. കാരണം മറ്റു ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ട് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, പക്ഷെ അവിടെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. കാരണം 5 മാർക്കിൻ്റെ എസ്സേ ആയിട്ട്, ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഷോർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഞാൻ പറഞ്ഞു തന്നതിൽ നിന്നും നിങ്ങൾ ഷോർട്ടായിട്ടായിരിക്കും പിന്നെ അടുത്ത് പഠിക്കുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എന്താണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്? അതായത് ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നടപ്പിലാക്കുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കണമെങ്കിൽ ആര് വേണം? നമുക്ക് ചില അതോറിറ്റീസ് വേണം. അതായത് ചില ഓഫീസേഴ്സ്, ചില സ്റ്റാഫ്സ് നമുക്കവിടെ വേണം. ഈ ഓരോ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ്സിന് ഒരു കാറ്റഗറി ഉണ്ട്. അതായത് നമ്മുടെ ഒരു സ്കൂൾ നമുക്ക് എക്സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു കോളേജ് എക്സാമ്പിൾ എടുക്കാം. അവിടെ ഡയറക്ടർ ഉണ്ടാവും, ചെയർപേഴ്സൺ ഉണ്ടാകും, പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ഉണ്ടാകും, പിന്നെ പ്രൊഫസേഴ്സ് ഉണ്ടാകും, അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ഉണ്ടാകും, നഴ്സിംഗ് ട്യൂട്ടേഴ്സ് ഉണ്ടാകും, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാഫ് ക്ലറിക്കൽ സ്റ്റാഫ്സ് ഉണ്ടാവും, അല്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള ലോ ലെവൽ സ്റ്റാഫ്സ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാവരും ഒരേ ലെവലല്ല. അതിൽ ലോ വർക്കേഴ്സിൻ്റെ ഐഡിയാസ് നമ്മൾ എടുത്തേക്കാം. പക്ഷേ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫുള്ളി അവരോട് എന്താ പറയുക, സ്റ്റാഫ് അസോസിയേറ്റ്സിനോട് കംപ്ലീറ്റ് കോൺഫിഡൻസും എഫക്റ്റീവ് പെർഫോമൻസും അവർ കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ളതിനെ എന്ത് പറയുന്നു? പാർട്ടിസിപ്പേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. ലിക്കേഴ്സ് തിയറിയിൽ പറയുന്നത്, റെൻസിസ് ലിക്കേഴ്സ് തിയറി പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 4 ടയർ സിസ്റ്റമാണ്. ഫസ്റ്റ് വൺ എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്, സെക്കൻഡ് വൺ ബെനവലൻറ്റ് അതോറിറ്റേറ്റീവ്, 3 കൺസൾട്ടേറ്റീവ് അതോറിറ്റേറ്റീവ്, 4 പാർട്ടിസിപ്പേറ്റീവ് ഗ്രൂപ്പ്. അപ്പോൾ ഇത്രയുമാണ് ഓൾഡ് തിയറീസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ്, ഒന്ന് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് ഉണ്ട്, മറ്റൊന്ന് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്, 14 പ്രിൻസിപ്പിൾസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം, പിന്നെ റോൾ ഓഫ് മാനേജർ. അത് കഴിഞ്ഞാലാണ് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇനി ബാലൻസ് ഉള്ളത്.